السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന ദർസ് പരമ്പരയിൽ നാലാമത്തെ ദർസ് ഫത്ഹുർ റബ്ബാനി മജ്ലിസ് 1 പേജ് 6-7. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ പറയണം, ഇവിടെ വിഷയം അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തരാകുക, പരീക്ഷണങ്ങളെ ക്ഷമയവലംബിക്കുക, ഹൃദയം നന്നാക്കുക, അള്ളാഹുവിലേക്ക് എല്ലാം ഭരമേൽപ്പിക്കുക, അവനോട് ഇസ്തിഗാസ ചെയ്യുക, സൃഷ്ടികളോടുള്ള ഇസ്തിഗാസ ഒഴിവാക്കുക എന്നതാണ് വിഷയം. الاعتراض على الحق عز وجل عند نزول الأقدار موت الدين موت التوحيد موت التوكل والإخلاص. الاعتراض على الحق عز وجل, അള്ളാഹു അസ്സ വജലിനെ വിമർശിക്കുക, അള്ളാഹു അസ്സ വജലിനെ വിമർശിച്ച് അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നത് عند نزول الأقدار, അള്ളാഹുവിന്റെ ഖദറുകൾ വിധികൾ വരുമ്പോൾ, അത് വിധികൾ ഇറങ്ങുമ്പോൾ, മൗത്തുദ്ദീൻ അത് ദീനിന്റെ മരണമാണ്, മൗത്തു തൗഹീദ് തൗഹീദിന്റെ മരണമാണ്, മൗത്തു തവക്കുൽ വൽ ഇഖ്ലാസ് തവക്കുൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന്റെയും അള്ളാഹുവിനെ മാത്രം തനിച്ചാക്കി ഇബാദത്ത് ചെയ്യുന്ന, നിഷ്കളങ്കമായിട്ട് ഇബാദത്ത് ചെയ്യുന്ന ഇഖ്ലാസിന്റെയും മരണമാണ്. അതായത് അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കാൻ വേണ്ടത്, അവനിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നത് അത് തൗഹീദിന്റെ മരണമാണ്, തവക്കുലിന്റെ മരണമാണ്, ഇഖ്ലാസിന്റെ മരണമാണ്. അതൊക്കെ ഇല്ലാതാക്കലാണ് എന്നർത്ഥം. والقلب المؤمن لا يعرف لما وكيف بل يقول بلا. അവിടെ ബല എന്നാണോ ബൽ എന്നാണോ എന്ന് സംശയമുണ്ട്. രണ്ട് പ്രിന്റുകൾ രണ്ട് രൂപത്തിൽ കാണുന്നത്. അല്ലാഹു അലം. ഏതായാലും അതിന്റെ ആശയം വൽഖൽബുൽ മുഅ്മിനു, മുഅ്മിനായ വിശ്വാസം ഉൾക്കൊണ്ട കൽബുണ്ടല്ലോ, അത് ഒരു ബലാ, ഒരു പരീക്ഷണം വരുമ്പോ അതെന്ത്, എന്തിന്, എങ്ങനെ എന്നാലോചിച്ച് ബുദ്ധിമുട്ടുകയില്ല, വിഷമിക്കുകയില്ല എന്നതാണ് ആശയം. അന്നഫ്സു കുല്ലുഹാ മുഖാലഫത്തുൻ മുനാസഅത്തുൻ. നഫ്സ് എന്ന് പറഞ്ഞാല് അത് മൊത്തം എതിരാണ്, തർക്കിക്കുന്നതാണ്. ഫമൻ അറാദ സ്വലാഹഹ ഫൽയുജാഹിദ്ഹാ ഹത്താ യഅ്മന ശർറഹ. ആരൊരുത്തൻ ആ നഫ്സിന്റെ സ്വലാഹ്, നന്മ അത് ഉദ്ദേശിക്കുന്നുവോ എങ്കിൽ അവൻ എന്ത് ചെയ്യണം? അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ, ജിഹാദ് നടത്തണം. ഏതുവരെ, ഏത് നിലക്ക്? അതിന്റെ തിന്മയിൽ നിന്ന് നിർഭയനാകുന്നത് വരെ. കുല്ലുഹാ ശർറുഹാ ഫി ശർ, നഫ്സ് മൊത്തം ഷർറാണ്. ഫഇദാ ജൂഹിദത് വതുമഅന്നത് സ്വാറത് കുല്ലുഹാ ഖൈറൻ ഫി ഖൈർ. എന്നാൽ വേണ്ട ത്യാഗ പരിശ്രമങ്ങൾ, പരിശീലനങ്ങൾ നൽകി അത് സംതൃപ്തമായാൽ, അള്ളാഹുവിൽ സംതൃപ്തി അടഞ്ഞാൽ എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക, അങ്ങനെ നഫ്സ് സംതൃപ്തമായാൽ എല്ലാം എന്താവും? ഖൈറാകും, നഫ്സ് ഖൈറാകും. തസ്വീറു മുവാഫഖതൻ ഫി ജമീഇ ത്വആത്ത്, അള്ളാഹുവിനെ ത്വആത്ത്, അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയങ്ങളിൽ അതൊക്കെ അതിനോട് യോജിച്ചതാകും, അതിനോട് യോജിച്ചതാകും. വഫീ തർക്കി ജമീഇൽ മആസി, മുഴുവൻ പാപങ്ങളും ഒഴിവാക്കുന്ന വിഷയത്തിലും നഫ്സ് മുവാഫഖത്താകും, യോജിച്ചതാകും. ഫഹീന ഇദിൻ യുഖാലു ലഹാ, അപ്പോൾ ആ നഫ്സിനോട് പറയപ്പെടും, ഖുർആൻ പറഞ്ഞതാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സംതൃപ്തി അടഞ്ഞ ആത്മാവേ, നഫ്സേ, ഇർജിഇ, നീ മടങ്ങൂ, ഇലാ റബ്ബികി, നിന്റെ റബ്ബിങ്കലേക്ക്, റാദിയതൻ, തൃപ്തിയുള്ള അവസ്ഥയിൽ, മർദിയതൻ, തൃപ്തിപ്പെട്ട അവസ്ഥയിലും എന്ന്, തൃപ്തി നേടിയ അവസ്ഥയിൽ. യസ്ഹു ലഹാ തൗഖാൻ വയസൂലു അൻഹാ ശർറഹാ. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ അതിനെ തൗഖാൻ, ഒരു നന്മയോടുള്ള താല്പര്യം, ഇൻട്രസ്റ്റ്, അത് ശരിയാകും, നന്മയോടുള്ള ഹുബ്ബ് ശരിയായി കിട്ടും. അങ്ങനെ വരുമ്പോ വയസൂലു അൻഹാ ശർറഹാ, ആ നഫ്സിന്റെ തിന്മയോട് ഉള്ള അഭിവാഞ്ച അത് നീങ്ങി. അങ്ങനെ ഒരു അവസ്ഥയിൽ നഫ്സ് സൃഷ്ടികളോട് ഒന്നിനോടും ബന്ധപ്പെടുകയില്ല. അതിന്റെ ബന്ധം, നസബ്,
ഇബ്രാഹിം അലൈഹി സ്വലാമയുമായുള്ള ആ ബന്ധം അപ്പോഴാണ് ശരിയാവുക, ആ ചേർക്കൽ അപ്പോഴാണ് നസബ് ശരിയാവുക. فإنه خرج عن نفسه وبقي بلا هوى يجري وقلبه ساكن. فإنه അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം എന്താ ചെയ്തത്? ഖറജ അൻ നഫ്സിഹി, അദ്ദേഹത്തിന്റെ നഫ്സിൽ നിന്ന് പുറപ്പെട്ടു. എന്ത് ചെയ്തു? നഫ്സിന്റെ ദേഹേച്ഛകളിൽ നിന്നൊക്കെ ഒഴിവായി. വബഖിയ ബിലാ ഹവ, ഹവ ഇല്ലാതെ നഫ്സിനാക്കി, അവശേഷിപ്പിച്ചു. യജ്രി വഖൽബുഹു സാക്കിൻ, അദ്ദേഹത്തിന്റെ ഖൽബ് ശാന്തമായിട്ട്, സുരക്ഷിതമായിട്ട്, ശാന്തമായിട്ട് അങ്ങനെ അദ്ദേഹം നടന്നു. അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചത്. ജാഅഹു അൻവാഉൻ മിനൽ മഖ്ലൂഖാത്ത്, സൃഷ്ടികളിൽ നിന്ന് പല ഇനങ്ങളും പല സൃഷ്ടികളും അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. വഅറദൂ നുഫൂസഹും അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ വന്നു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഫിമാ ആവനതിഹി, അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് പല സൃഷ്ടികളും വന്നു. എപ്പോ? അദ്ദേഹത്തെ നമ്രൂദ് തീക്കുണ്ടാരത്തിൽ ഇട്ട സമയത്ത്. അതാണ് ഈ പറയുന്നത് വഹു യഖൂൽ. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? ലാ ഉരീദു മഅൂനതകും, എനിക്ക് നിങ്ങളുടെ സഹായം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൽമുഹു ബിഹാലി യുഗ്നിനി അൻ സുആലി, എൻ്റെ അവസ്ഥ സംബന്ധിച്ച് എൻ്റെ സൃഷ്ടാവിനുള്ള, എൻ്റെ അല്ലാഹുവിനുള്ള, എൻ്റെ റബ്ബിനുള്ള അറിവുണ്ടല്ലോ, അത് നിങ്ങളോട് ചോദിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നു, എന്നെ ധന്യനാക്കുന്നു. ലമ്മാ സഹ തസ്ലീമുഹു വതവക്കുലുഹു, അങ്ങനെ അദ്ദേഹം അല്ലാഹുവിനുള്ള സമർപ്പണം, തസ്ലീം, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കലും ശരിയായപ്പോ ഖീല ലിന്നാർ, നരകത്തോട് പറയപ്പെട്ടു, നരകത്തോട് അല്ല അഗ്നിയോട് പറയപ്പെട്ടു, കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, അലാ ഇബ്രാഹിം. എന്താണ്? നീ തീയെ, നീ ഇബ്രാഹിമിന് തണുപ്പ്, ബർദും സലാം, രക്ഷയും ആകണം എന്ന് ഇബ്രാഹിമിന്. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, വിശുദ്ധ ഖുർആനിൽ പറയുന്ന അതിലേക്കാണ് സൂചന. മഊനത്തുല്ലാഹി അസ്സ വജല്ല ലിസ്വാബിരി മഅഹു ഫി ദുനിയ ബിഗൈരി ഹിസാബ്, അല്ലാഹു അസ്സ വജലിന്റെ സഹായം, മഊനത്ത് എന്നത് അവനോടൊപ്പം ക്ഷമിക്കുന്നവർ, അവർക്ക് ദുനിയാവിൽ അത് കണക്കില്ലാതെയാണ്, കണക്കില്ലാതെ നൽകും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അതിരില്ലല്ലോ. അതാണ് അതിന്റെ അർത്ഥം. അള്ളാഹു ആകാനുള്ള കഴിവ് കൊടുക്കുന്നോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തുകൾ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുവോ എന്നൊന്നുമല്ല. അതൊക്കെ ശിർക്കാണ്, അതൊരിക്കലും സംഭവിക്കില്ല, മുഹാലാണ്. അള്ളാഹു അവന്റെ അധികാരം, അവന്റെ മാത്രം പരിധിയിൽ വരുന്ന കാര്യങ്ങൾ, അത് അവന് മാത്രമുള്ള ഖാസായിട്ടുള്ള കാര്യങ്ങൾ, അത് മറ്റൊരാൾക്കും വിട്ടുകൊടുക്കുകയില്ല. അപ്പൊ മുദബ്ബിറുൽ ആലം എന്നൊരാളെ പറ്റി പറയാൻ പറ്റുമോ? ലോകത്തിന്റെ തദ്ബീർ, ആലമുകളുടെ തദ്ബീർ, അത് അള്ളാഹു സൃഷ്ടികൾക്ക് വിട്ടുകൊടുക്കും എന്നൊന്നും ഇതിനാശയില്ല. അള്ളാഹുവിന്റെ കണക്കില്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് കണക്കില്ലാന്നല്ല, സൃഷ്ടികൾക്ക് അത് എണ്ണിക്കണക്കാക്കാൻ പറ്റൂല, അത്രക്ക്. അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ അത് കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയില്ലേ? അത് ഖുർആനിലുള്ളതാണല്ലോ. അതേപോലെ അവന്റെ അനുഗ്രഹം ആഖിറത്തിൽ അതും കണക്കില്ലാതെയാണ്. അല്ലാഹു തആല പറയുന്നു, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, നിശ്ചയം സ്വാബിരീങ്ങൾക്ക് പൂർത്തിയായി നൽകപ്പെടും അവരുടെ കൂലി, അജ്ർ, ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. ലാ യഖ്ഫാ അലല്ലാഹി ശൈഉൻ ബിഐനിഹി, അപ്പോ അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് ഒന്നും മറഞ്ഞു കിടക്കുന്നില്ല. അവന് വേണ്ടി കഷ്ടപ്പെടുന്നവര്, പ്രയാസം അനുഭവിക്കുന്ന പ്രയാസം അവന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല. അതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. കുറച്ചു സമയം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കൂ. എങ്കിൽ വർഷങ്ങളോളം നിങ്ങൾക്ക് അവന്റെ അനുഗ്രഹങ്ങളും ദയയും കാണാം. ധൈര്യം, ധീരത എന്നത് അത് ഒരു കുറച്ച് സമയത്തേക്കുള്ള ക്ഷമയാണ്. നിശ്ചയം അല്ലാഹു ക്ഷമാശീലരുടെ കൂടെയാണ്. ക്ഷമാശീലരുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവിടെ മുഹീദ്ദീൻ ശൈഖ് അവറുകൾ പ്രത്യേകം പറയുന്നു, ബിന്നസ്രി വദ്ദുഫർ, സഹായം കൊണ്ട്. അല്ലെങ്കിൽ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വ്യാഖ്യാനിച്ചിട്ട് എന്ത് വഹദത്തുൽ വജൂദിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, എന്ത് അള്ളാഹുവിന്റെ ദാത്ത് ഓരോരുത്തരിലും ഉണ്ട് എന്ന വാദം. അപ്പം പിന്നെ നമ്മൾ തന്നെ അള്ളാഹു ആകുന്ന അവസ്ഥ അങ്ങനെയാണല്ലോ. അനൽ ഹഖ് വാദമൊക്കെ, ഞാനാണ് അൽ ഹഖ് എന്ന വാദമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്.
മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മഅയ്യത്ത്, അള്ളാഹിന്റെ ആമായ മഅയ്യത്തുണ്ട്, ഖാസായ മഅയ്യത്തുണ്ട്. ഇവിടെ നസ്ർ സഹായം കൊണ്ടുള്ള മഅയ്യത്ത്, അള്ളാഹുവിന്റെ ഇൽമു കൊണ്ട് നമ്മളെ മുഹീത്താണ്, നമ്മളെ അവൻ വലയം ചെയ്തിരിക്കുന്നു, നമ്മൾ എവിടെയാണെങ്കിലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ല നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിന്റെ ദാത്തിന്റെ അംശം ഇരിക്കുന്നു എന്നൊരു അർത്ഥം. നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം ക്ഷമിക്കുക, അവന് വേണ്ടി നിങ്ങൾ ഉണരുക, നിങ്ങൾ അവരെ തൊട്ട് ഗഫറത്തിൽ അശ്രദ്ധയിലാവരുത്, മരണത്തിന് ശേഷം ഉണരാം എന്നതിലേക്ക് നിങ്ങൾ ഈ ഉണരലിനെ ഉപേക്ഷിക്കരുത്. മരണത്തിന് ശേഷം ഉണർന്നിട്ട് കാര്യമില്ല, അപ്പൊ ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല. ആ സമയത്തെ ഉണർച്ച നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. അവന്റെ വന്നെത്തുന്നതിന് മുമ്പ്, അവനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, അതായത് നിങ്ങളുടെ മരണത്തിന് മുമ്പ് നിങ്ങൾ അവന് വേണ്ടി ഉണരുക. നിങ്ങളുടെ ഹിതം, നിങ്ങളുടെ കൽപ്പന, നിങ്ങളുടെ അമ്ര കൂടാതെ നിങ്ങൾ ഉണർത്തപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഉണരുക. അപ്പോ നിങ്ങൾക്ക് ഖേദം ഉപകാരപ്പെടാത്ത നാളിൽ ഖേദം പ്രകടിപ്പിക്കുന്ന ആ അവസ്ഥയിലല്ല, അതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉണരുക. നിങ്ങളുടെ ഖൽബുകളെ നിങ്ങൾ നന്നാക്കുക. കാരണം നിങ്ങളുടെ ഖൽബ് നന്നായാൽ നിങ്ങളുടെ മറ്റ് അവസ്ഥകളൊക്കെ നന്നാകും. ഇത് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരിൽ ഒരു മാംസകഷ്ണമുണ്ട്, ആ മാംസകഷ്ണം, ആ ഖൽബ് അതുണ്ടല്ലോ, അത് നന്നായാൽ അവന്റെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ നന്നായി. അത് ചീത്തയായാൽ അവന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ചീത്തയായി. അറിയണം, അത് ഹൃദയമാണ്. ഇനി ഖൽബിന്റെ സ്വലാഹ്, ഖൽബ് നന്നാകാൻ എന്ന് പറഞ്ഞാൽ തഖ്വ കൊണ്ടാണ്, അല്ലാഹുവിലുള്ള ഭയഭക്തി. അല്ലാഹു അസ്സ വജൽ ഭരമേൽപ്പിക്കുക, തന്റെ കാര്യങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതുകൊണ്ടാണ്. അവന് മാത്രം തരിച്ചാക്കി ഇബാദത്ത് ചെയ്യുന്ന തൗഹീദ്, ഏകദൈവ വിശ്വാസം. വൽ ഇഖ്ലാസ് ഫിൽ അഅമാൽ, അമലുകളിൽ സൽക്കർമ്മങ്ങളിലുള്ള ഇഖ്ലാസ്, റിയാഉ, ലോകമാന്യം, ചെറിയ ശിർക്കോ വലിയ ശിർക്കോ ഒന്നും കടന്നുകൂടാതെ അവന് മാത്രം, അവന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇബാദത്ത്, കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ. ഫസാദുഹു, അങ്ങനെ ഖൽബിന്റെ ഫസാദാകുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലാതാവുക എന്നതാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.